ബിജെപിയെ നേരിടാൻ കോൺഗ്രസിനേക്കാൾ മികച്ചത് ഇടതുപക്ഷമാണെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ തമാശയായിട്ടേ കാണാൻ കഴിയൂവെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. മാവേലിക്കരയിൽ കപട യുവത്വം പറഞ്ഞാണ് LDF വോട്ട് പിടിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിക്ക് 41 വയസ്സുണ്ട്. പാർലമെന്ററി രംഗത്തെ വലിയ അനുഭവ സമ്പത്ത് കൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ന്യൂസ് 18നോട്. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന എംപിമാരിൽ ഒരാൾ, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കരയിൽ UDF സ്ഥാനാർത്ഥി. 10ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. 9 തെരഞ്ഞെടുപ്പിന്റെ എക്സ്പീരിയൻസ് എന്തു തോന്നുന്നു? അല്ല, 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1989 മത്സരരംഗത്ത് വന്നത്. അന്ന് എനിക്ക് 27 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതിയല്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. അന്നും ഇന്നും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവത്തിലും അതിൻ്റെ പ്രവർത്തന ശൈലിയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിൽ UDF ഭരണം എന്ന് പറയുന്നത്? UDF കേന്ദ്രത്തിലെ ഇന്നത്തെ ഭരണം നമ്മുടെ രാജ്യ താല്പര്യത്തിനെതിരാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുകയാണ്. കോൺഗ്രസിന് മാത്രമേ നമ്മുടെ ദേശീയ താല്പര്യങ്ങൾക്കനുസരിച്ചും നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ അടിക്കല്ലായ മതേതരം, ആ മതേതരത്തിൽ ഊന്നിയ ഒരു ഭരണം ഈ രാജ്യത്ത് കൊണ്ടുപോകാൻ ജനാധിപത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. വീണ്ടും ഒരു BJP ഭരണം ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്തിന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമോ? നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ ഭരണ സംവിധാനം നിലക്കുമോ? അത് ഞങ്ങളൊക്കെ തന്നെ പാർലമെന്റിൽ 146 MPമാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യാൻ, പ്രതിപക്ഷം ഇല്ലാതെ 146 MPമാരെ നിസ്സാര കാരണങ്ങൾക്ക് സസ്പെൻഡ് ചെയ്ത് പ്രധാനപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കിയാണ്. പ്രധാനമായും മുഖ്യമന്ത്രി അടക്കം ഉന്നയിക്കുന്നത് BJPയെ നേരിടാൻ ഏറ്റവും കരുത്തോടെ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ അടക്കം കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. അത് വെറും തമാശയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. വെറും 16 സീറ്റ് മത്സരിക്കുന്ന CPM-ഉം വെറും 12 സീറ്റ് മത്സരിക്കുന്ന CPI വിചാരിച്ചാൽ എങ്ങനെയാണ് BJPയെയും അവരുടെ സഖ്യകക്ഷികളെ നേരിടാൻ കഴിയുക? ഇത് വെറും തമാശയാണ്. ഈ അനുഭവ സമ്പത്ത് എന്നുള്ളതാണോ മുഖ്യ തെരഞ്ഞെടുപ്പ് ആയുധമായി മുന്നോട്ട് വെക്കുന്നത്? കാരണം ഇവിടെ കപട യുവത്വം പറഞ്ഞാണ് LDF വോട്ട് ചോദിക്കുന്നത്. കാരണം ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി 41 വയസ്സാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന നാമനിർദ്ദേശ പത്രികയിലുള്ളത്. നമ്മുടെ യുവത്വം എന്ന് പറഞ്ഞാൽ 27-35 വയസ്സാണ്. അത് കഴിഞ്ഞാൽ മധ്യവയസ്കരാകുകയാണ്. പക്ഷേ ഇവിടെ പ്രചരിപ്പിക്കുന്ന എല്ലാ യുവത്വം അതൊരു കപട യുവത്വം പറഞ്ഞ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഭവ സമ്പത്ത്, പരിചയ സമ്പത്ത്, പാർലമെന്ററി രംഗത്തുള്ള സംഭാവനകൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും അവസരം കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയും. ജനങ്ങൾക്ക് വികസന രംഗത്ത് ചെയ്യാൻ കഴിയും. ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. തന്റെ അനുഭവ സമ്പത്ത് ഈ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുള്ള വിജയം ഉറപ്പാക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്.